ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിലെ താറാവുകളെ കൊന്നൊടുക്കും. നാളെ കള്ളിംഗ് നടപടികൾ നടത്താനാണ് തീരുമാനം. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രദേശത്ത് താറാവിന്റെ മാംസം, മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ഇന്നലെയാണ് ജില്ലയിലെ എടത്വ, ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എടത്വ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വിളക്കുമരം പാടശേഖരത്തിലും ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡിലുമാണ് വളർത്തു താറാവുകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയത്. സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് താറാവുകളെ ബാധിച്ചിരിക്കുന്നത് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ H5N1 ആണെന്ന് സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ പ്ലാൻ പ്രകാരം പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. ദ്രുതകർമ്മസേനയും അനുബന്ധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച കള്ളിംഗ് നടത്താനാണ് തീരുമാനം. രോഗബാധയുണ്ടായ പഞ്ചായത്തുകളിൽ വേണ്ട ക്രമീകരണം ഒരുക്കാനാണ് ഒരു ദിവസത്തെ സമയം നൽകിയത്. കള്ളിംഗ് നടത്തേണ്ട സ്ഥലം കണ്ടെത്തൽ, കൊന്നൊടുക്കുന്ന പക്ഷികളെ ദഹിപ്പിക്കാനുള്ള വിറക്, കള്ളിംഗ് ജോലി ചെയ്യാനുള്ള തൊഴിലാളികൾ എന്നിവ ഒരുക്കേണ്ടത് പഞ്ചായത്തുകളാണ്. വെള്ളിയാഴ്ച തന്നെ എടത്വയിലും ചെറുതനയിലും കള്ളിംഗ് നടത്തും. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ താറാവുകൾ, അവയുടെ മാംസം, മുട്ട എന്നിവയുടെ വിപണനം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ.